ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എന്താ ഈ പ്ലാവിലേക്കായിട്ട് വന്നേക്കുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഇന്ന് വന്നിരിക്കുന്നത് ഗ്യാസ് ട്രബിളിനുള്ള പ്രതിവിധിയായിട്ടാണ്. ഗ്യാസ് ട്രബിൾ കാരണം ബുദ്ധിമുട്ടാത്തവരായിട്ട് നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല. ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും ഗ്യാസ് ട്രബിളിൻ്റെ ഇഷ്യൂ അല്ലേ? നമ്മൾ അതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യും? ഒന്നില്ലേ കുറച്ച് സോഡ കുടിക്കും, അല്ലെങ്കിൽ ഈനോ കുടിക്കും, അല്ലെങ്കിൽ പുതിൻഹാര കഴിക്കും, അല്ല ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസ് നമ്മൾ മാറി മാറി പരീക്ഷിക്കും. ഇതെല്ലാം ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ കെമിക്കലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഗത്യന്തരമില്ലാണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഗ്യാസ് ട്രബിൾ വന്ന് ബുദ്ധിമുട്ടുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് എടുത്തിട്ട് എങ്ങനെ ഗ്യാസ് ട്രബിളിന് പരിഹാരമായിട്ടൊരു ഡ്രിങ്ക് തയ്യാറാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഈ ഡ്രിങ്ക് മിക്കപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ പരിചയം ഉണ്ടായിരിക്കും. ഇനി പരിചയമില്ലാത്തൊരു ശതമാനത്തിന് വേണ്ടിയാട്ടോ ഞാൻ പറയുന്നത്. ഇതിന് വേണ്ട മെയിൻ ഐറ്റം പ്ലാവില ഞെട്ടാണ് കേട്ടോ. പ്ലാവില ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, എന്നാലും പ്ലാവിലയുടെ ആവശ്യമില്ല. പഴുത്ത പ്ലാവിലയുടെ ഞെട്ടാണ് വേണ്ടത്. പഴുത്ത പ്ലാവിലയുടെ ഞെട്ട് നമുക്ക് വേണം. പിന്നെ വേണ്ടത് ജീരകം, കറിവേപ്പില, തേൻ, ഇഞ്ചി, വെള്ളം. ഇത്ര ഐറ്റംസ് മാത്രം മതി നമുക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കണേ നോക്കാം, ബാ. അപ്പോൾ വേണ്ട ഐറ്റംസ് എല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. പ്ലാവില, കറിവേപ്പില, നല്ല ജീരകമാട്ടോ എടുത്തേക്കുന്നത്. പെരുംജീരകമല്ല, നല്ല ജീരകം, സാദാ ജീരകം. ഇത് ഇഞ്ചി ചതച്ചെടുത്താലും കുറച്ചുകൂടെ നല്ലതാണ്. കുറച്ച് തേൻ. ഇത്ര ഐറ്റംസ് മതി. പ്ലാവിലയുടെ ഞെട്ട് മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനുള്ള പാത്രം വെക്കാം. പാത്രം ചൂടായി കഴിയുമ്പം അതിലേക്ക് ജീരകം ഇടാം കേട്ടോ. ജീരകം ഇടുമ്പോൾ ഒട്ടും ഫ്ലെയിം കൂടുതൽ ഉണ്ടാവരുത്. നോക്കി നിൽക്കുമ്പോൾ കരിഞ്ഞു പോകും. ഇപ്പം തന്നെ അത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കരിഞ്ഞു പോകുന്ന ലക്ഷണമെങ്ങാനും തോന്നിയിട്ടുണ്ടെങ്കിൽ പാനൊന്ന് ഫ്ലെയിമിൻ്റെ അവിടെ നിന്ന് മാറ്റി പിടിച്ചേക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയ പോലെ എടുക്കണം. കരിഞ്ഞു പോകണ്ട. ഇനി നമുക്കതിലേക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. പ്ലാവില ഞെട്ട്, കറിവേപ്പില, ഇഞ്ചി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കുക. ഒന്ന് ജസ്റ്റ് അതിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, കാണുമ്പോൾ തെറ്റിയിരിക്കരുത്. എണ്ണയൊന്നും ഇട്ടിട്ടില്ല. അത് ചൂടായിക്കോട്ടെ. നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പം നമുക്കതിലേക്ക് ഇനി 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ വോയിസ് ഓവർ കൊടുക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോൾക്കൊന്ന് വിളിച്ച് ഒന്ന് അമ്മയെന്ന് വിളിച്ചില്ലെങ്കിൽ ഒരു തൃപ്തിക്കുറവാണ്. അതാട്ടോ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണേ. ഇനി നമ്മൾ ആ വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് കിടന്ന് തിളച്ചോട്ടെ. തിളച്ച് പകുതിയാവണം. എന്നാൽ അതിൻ്റെ സത്തെല്ലാം നന്നായിട്ട് ഇറങ്ങുള്ളൂ. അപ്പം നമുക്കിത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് അത്യാവശ്യം പാകത്തിനായിട്ടുണ്ട്. അതിൻ്റെ കളർ ചേഞ്ചായി വരുന്നുണ്ട്. നമ്മുടെ ഒരു ചെറിയ കട്ടൻ ചായ അടിക്കുന്ന പോലെ ആ കളറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിനർ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. അരിച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതേ എടുത്തു വച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗ്യാസ് ട്രബിളിലെ ശാശ്വത പരിഹാരം. അത്യാവശ്യം നല്ല ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഇനിയൊരവസരം വരുമ്പോൾ പരീക്ഷ നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്.